കത്തോലിക്കാ സഭയുടെ പ്രബോധനമനുസരിച്ച് ദിവ്യകാരുണ്യ സ്വീകരണം ഒരു സദൃശ്യത്തിൽ മാത്രം നൽകുമ്പോഴും യഥാർത്ഥ കൂദാശയായ ക്രിസ്തുവിനെ മുഴുവനായും ആകമാനമായും സ്വീകരിക്കുന്നുവെന്നും ഒരു സദൃശ്യത്തിൽ മാത്രം സ്വീകരിച്ചതുകൊണ്ട് നിത്യരക്ഷയ്ക്കാവശ്യമായ വരപ്രസാദങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെടുന്നില്ലെന്നും ട്രെന്റ് കൗൺസിൽ വ്യക്തമായി പഠിപ്പിച്ചു. ക്രിസ്തു ഓരോ ദിവ്യകാരുണ്യ സദൃശ്യത്തിന്റെയും കീഴിൽ, അതായത് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും കീഴിൽ മുഴുവനായും ആകമാനമായും സന്നിഹിതമായിരിക്കയാൽ ഒരു സദൃശ്യത്തിൽ മാത്രം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് കൊണ്ട് കുർബാന സ്വീകരണത്തിന്റെ ഫലത്തിൽ യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. അതിനാൽ തന്നെ ലത്തീൻ സഭയിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ സാധാരണ രൂപം തിരുശരീരം മാത്രം നൽകുന്നതാണ്. എന്നാൽ പൗരസ്ത്യ സഭകളിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ സാധാരണ രൂപം തിരുശരീരവും തിരുരക്തവും ഒരുമിച്ച് നൽകുന്നതാണ്. അതായത് നമ്മുടെ കേരളത്തിലെ സീറോ മലബാർ സഭയുടെയും സീറോ മലങ്കര സഭയുടെയും ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ സാധാരണ രൂപം ഇരു സദൃശ്യങ്ങളും ഒരുമിച്ച് നൽകുന്നതാണ്.